പാഴ്വസ്തുക്കളിൽ നിധി തേടി ലോകസഞ്ചാരം. ആത്മകഥ. രചന ഫാക്കി NP. ആഖ്യാനം ദാമോദർ രാധാകൃഷ്ണൻ. പ്രൊഡക്ഷൻ സെയ്ജ് ആൻഡ് സാപ്പിയൻസ്. ഫാക്കി NP ചെറുകിട ബിസിനസ്സുകാരനും സാമൂഹിക പ്രവർത്തകനും. 1970 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജനിച്ചു. പിതാവ് പരേതനായ NP ഹംസ, മാതാവ് ഫാത്തിമത്ത് സുഹറ. കേളോത്ത് വളപ്പ് LP സ്കൂൾ ചേറ്റംകുന്ന്, തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്രീൻ ഇക്കണോമി, SME തുടങ്ങിയ മേഖലകളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും റിസർച്ചുകളും നിരന്തരം ചെയ്തുവരുന്നു. യുണൈറ്റഡ് നേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഗ്രീൻ ഇക്കണോമി, ഗ്രീൻ ട്രൈഡ് സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ കാലം തൊട്ടേ ചെറുകിട കച്ചവടങ്ങളിൽ ഏർപ്പെടുമായിരുന്നു. തലശ്ശേരിയിൽ ലത്തീഫ് ഇൻഡസ്ട്രീസ് എന്ന ത്രാസുകടയിൽ സെയിൽസ്മാനായി ജോലി ആരംഭിച്ചു. 1989 ദുബായിലെത്തി. 2 വർഷം ഒരു ഹൗസ് ഹോൾഡ് ഗിഫ്റ്റ് ഷോപ്പിൽ ജോലി ചെയ്തു. 1992 സ്വന്തമായി പെപ്സ ട്രേഡിംഗ് എന്ന പേരിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഗിഫ്റ്റ് ഷോപ്പ് ആരംഭിച്ചു. 1994 ഫാക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനി സ്ഥാപിച്ചു. ദുബായിൽ കരകൗശല പഠനശാല, ആന്റിക് മ്യൂസിയം, ഹാൻഡിക്രാഫ്റ്റ് തുടങ്ങി. ഇന്ത്യയിൽ ഫാക്കി ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിന്റെ ചെയർമാനാണ്. ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമർ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഈജിപ്ത്, കംബോഡിയ, തായ്ലൻഡ്, ആഫ്രിക്ക, ദുബായ് തുടങ്ങി 14ഓളം രാജ്യങ്ങളിൽ ഫാക്കി ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ശാഖകളുണ്ട്. ഇതിനു പുറമെ SME ബസാറുകളും ഷോപ്പിംഗ് മാളുകളും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സും ഫാക്കി ഗ്രൂപ്പിനുണ്ട്. ബിസിനസ് ആവശ്യാർത്ഥം ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പ്രധാനമായും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയത്തിൽ ഹാൻഡിക്രാഫ്റ്റ്, കോട്ടേജ് ഇൻഡസ്ട്രി മേഖലകളിലാണ് ഫാക്കി ഗ്രൂപ്പിന്റെ പ്രവർത്തനം. യുണൈറ്റഡ് നേഷൻസിന്റെ ജനീവ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അനുമോദന പത്രം, ഇന്തോനേഷ്യ സർക്കാരിന്റെ പ്രമുദത്ത അവാർഡ്, ഫിലിപ്പീൻസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ സർക്കാരിന്റെ അനുമോദന പത്രം, വിയറ്റ്നാം ഗവൺമെന്റിന്റെ റെഗുലർ വുമൺ എംപവർമെന്റ് ഓവർസീസ് എന്റർപ്രണർ സപ്പോർട്ട് അവാർഡ്, ഓൾ കേരള കോളേജ് അലുമിനി ഫോറം, AKCAF CSR പേഴ്സണാലിറ്റി ബിസിനസ് അവാർഡ്, ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡ്ലൂം ബോർഡിന്റെ അനുമോദന പത്രം, ഓസ്ട്രേലിയ ഗവൺമെന്റിന്റെയും അമേരിക്കൻ മിലിറ്ററിയുടെയും അനുമോദന പത്രങ്ങളും പുരസ്കാരങ്ങളും തുടങ്ങി ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യ ഫെമിന ഫാക്കി, മക്കൾ ഇജാസ് ഫാക്കി, റിഫാൻ ഫാക്കി, ഹംസ ഫാക്കി, ഖദീജ ഫാക്കി. ഇമെയിൽ coordinator@fakicollections.com. എവിടെ നിന്നോ വരുന്ന ഫോൺ കോളുകൾ, ഏതൊക്കെയോ ദേശത്തിന്റെ ഗന്ധങ്ങൾ. മോഹൻലാൽ. സുഹൃത്തായ ഒരു മാധ്യമപ്രവർത്തകൻ വഴിയാണ് നല്ലകണ്ടി പുതിയപുരയിൽ ഫാക്കി എന്ന NP ഫാക്കിയെ ഞാൻ പരിചയപ്പെടുന്നത്. കാഴ്ചയിലും സംസാരത്തിലും പ്രവൃത്തിയിലും തീർത്തും വ്യത്യസ്തൻ. അതേസമയം ജീവിതത്തിൽ അതീവ ഹൃദ്യനായ സാധാരണക്കാരൻ. തനി നാടൻ തലശ്ശേരി ഭാഷയിൽ ലോകവ്യാപാര കാര്യങ്ങളും ദേശവിശേഷങ്ങളും പറയുന്ന രസികൻ. പിന്നീട് ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി ദുബായിലുള്ള ഫാക്കിയുടെ ആന്റിക് മ്യൂസിയത്തിൽ പോയി. ഞങ്ങൾക്കതൊരു വിസ്മയലോകമായിരുന്നു. വൈവിധ്യങ്ങളുടെ ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്തങ്ങളായ വസ്തുക്കളായി. ലോകമെങ്ങുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും വിദഗ്ധരും അജ്ഞാതരുമായ മനുഷ്യർ നിർമ്മിച്ച നിരവധി കരകൗശല വസ്തുക്കളും അമൂല്യമായ ആന്റിക്കുകളും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ലോകമായിരുന്നു. എത്രയോ കാലം മുമ്പേ. 2 മണിക്കൂറിലധികം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ഫാക്കിയുടെ ആ ലോകത്തൂടെ നടക്കുമ്പോൾ അവിടെ നിരത്തിയ വസ്തുക്കളിൽ നിന്നും ഞാൻ ആഫ്രിക്കയെയും മൊറോക്കോയെയും തായ്ലാന്റിനെയും വിയറ്റ്നാമിനെയും ശ്രീലങ്കയെയും മൊറാദാബാദിനെയും കാശ്മീരിനെയും എല്ലാം മണത്തു. ആ ദേശത്തെയെല്ലാം ജീവിതത്തിന്റെ നിഴലുകൾ അവയിൽ കണ്ടു. അന്ന് തിരിച്ചു പോരുമ്പോൾ ഫാക്കി എനിക്കും ഭാര്യയ്ക്കും വേരുകൊണ്ടുണ്ടാക്കിയ ഒരു സമ്മാനം തന്നു. അതിപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നു. പിന്നീട് പല ഇടവേളകളിൽ ലോകത്തിന്റെ ഏതൊക്കെയോ കോണുകളിൽ നിന്ന് ഫാക്കിയുടെ ഫോൺ കോളുകൾ എനിക്ക് വന്നു. ആ ദേശത്തെ ഏതെങ്കിലും ഗ്രാമത്തിലെ പൊടിമൺപാതയിൽ വെച്ചോ, നാട്ടുചന്തയുടെ നടുവിൽ വെച്ചോ, പ്രദേശവാസിയുടെ കുടുംബ അടുക്കളയ്ക്കകത്തു വെച്ചോ ഒക്കെയായിരിക്കും ഫാക്കി വിളിക്കുക.
തുടർന്ന് ആ നാടിന്റെ തനിമ തന്റേതായ നാടൻ ഭാഷയിൽ പറഞ്ഞു കേൾപ്പിക്കും. ലോകത്തെ ഏതൊരു ട്രാവൽ ഗൈഡിനും പറഞ്ഞു തരാൻ സാധിക്കാത്തതായിരുന്നു അത്. ഇന്തോനേഷ്യയിൽ ബാലിദ്വീപിലും മറ്റും പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫാക്കിയെ വിളിച്ചു. ഫാക്കിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നീടുള്ള എൻ്റെ ഓരോ ചുവടുവെപ്പും. അത്രയ്ക്ക് ധാരണയായിരുന്നു ഈ മനുഷ്യൻ ആ ദേശത്തെക്കുറിച്ച്. സഞ്ചാരഭ്രമവും സഞ്ചരിക്കുന്ന ദേശങ്ങളുടെ വ്യത്യസ്തമായ ജീവിത അടരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഗ്രാമീണ കൗതുകമുള്ള മനസ്സുമാണ് ഫാക്കിയെ കേവലം ഒരു വ്യാപാരി എന്ന നിലയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വ്യാപാര സാധ്യതകൾ തേടി എത്തിച്ചേരുന്ന ദേശത്തിന്റെ സാമ്പത്തിക മേഖലയേക്കാൾ അവിടുത്തെ ജീവിതത്തെയാണ് സ്നേഹത്തോടെ ഫാക്കി സ്പർശിക്കുന്നത്. ആ ദേശത്തെ കൊള്ളയടിച്ച് ലാഭമുണ്ടാക്കാൻ ആസക്തമായ വിഷലിപ്ത നേത്രങ്ങളല്ല ഈ മനുഷ്യൻ്റേത്. മറിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന നന്മയുടെ പ്രകാശമാണതിൽ നിറയെ. ഫാക്കി എന്ന ഈ പേരിന്റെ അർത്ഥമെന്താണ് എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇതുവരെ തെളിഞ്ഞു കിട്ടിയിട്ടില്ല. ഫാക്കി എനിക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ഈ ആത്മകഥ നിങ്ങൾ വായിക്കേണ്ടത് നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന അതീവ വ്യത്യസ്തനായ ഒരു മനുഷ്യന്റെ അഭിനിവേശത്തോടെയുള്ള ജീവിതയാത്രയുടെ കഥയായിട്ടാണ്. ഇതിൽ നിറയെ ആത്മവിശ്വാസവും ശുഭാപ്തി ചിന്തയും സഹജീവി സ്നേഹവുമാണ്. അതിലുപരി ഏതൊരു സമൂഹത്തിന്റെയും വളർച്ചയുടെ അവിഭാജ്യ ഘടകമായ ചെറുകിട ഇടത്തരം സംരംഭകരുടെ അതിജീവന കഥയും അവർക്ക് മുന്നേറാനുള്ള ഊർജത്തിന്റെ മഹാസ്രോതസ്സും തുറന്നുവച്ചിരിക്കുന്നു. ലോകത്തെ വെട്ടിപ്പിടിക്കാനല്ല, അതിന്റെ അതീവ വ്യത്യസ്തമായ ജീവിതത്തിൽ നേരിട്ടിടപെട്ട് സ്വയം വിസ്മയിക്കാനാണ് ഫാക്കി ശ്രമിക്കുന്നത്. പ്രകൃതി ഒളിപ്പിച്ചുവെച്ച വിസ്മയ കാഴ്ചകളെ ഇത്രമേൽ ആഴത്തിലറിഞ്ഞ് പാഴ്വസ്തുക്കളുടെ ആത്മാവിലേക്കുള്ള ഫാക്കിയുടെ യാത്ര അനവധി ചോദ്യങ്ങളാണ് മനസ്സിൽ നിറയ്ക്കുന്നത്. ഇയാൾ യാത്രികനായ വ്യാപാരിയോ വ്യാപാരിയായ യാത്രികനോ എന്ന് പലയിടത്തും നാം സംശയിച്ചു പോകും. ആ സംശയത്തിന് ഒരിടത്തും പൂർണ്ണമായ ഉത്തരം ലഭിക്കുകയുമില്ല. ആ ഉത്തരമില്ലായ്മ തന്നെയാണ് ഈ ആത്മകഥയുടെ ഭംഗിയും. മോഹൻലാൽ. ആമുഖം. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എന്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്? ഭൂമിയിൽ നിന്ന് തുടങ്ങാം, മണ്ണിൽ നിന്ന് തുടങ്ങാം, പ്രകൃതി കുഴിച്ചിട്ട വിഭവങ്ങളിൽ നിന്നും ഉപയോഗിച്ചുപേക്ഷിച്ച പാഴ്വസ്തുക്കളിൽ നിന്നും തുടങ്ങാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ട അടിത്തട്ട് ജീവിതങ്ങൾ ആശ്രയിക്കുന്നതൊക്കെയും ഇവയെയല്ലാതെ മറ്റൊന്നിനെയുമല്ല എന്നത് പറയാൻ പോകുന്ന വസ്തുതകൾക്കും കാര്യങ്ങൾക്കും സാധൂകരണവും സൗമ്യതയും നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏഷ്യാവൻകരയിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ കോണിൽ കേരളം എന്ന സംസ്ഥാനത്ത് തലശ്ശേരി എന്ന ചെറുപട്ടണത്തിൽ ജനിച്ചു വളർന്ന് ലോകമാകെ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഒരാൾ. അലഞ്ഞു തിരിയുന്ന ഒരാളെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയാനിടയുള്ള ചിത്രങ്ങൾ അനാർക്കിയായ, അരാജകവാദിയായ, ചിതറിയ ലക്ഷ്യങ്ങളുമായി ഊരു ചുറ്റുന്ന യാത്രികൻ, അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യം വായിച്ച് ലോകാതിശയങ്ങൾ തിരഞ്ഞ് അതിൻ്റെ കാഴ്ചവട്ടത്ത് വിസ്മയത്തോടെ അല്ലെങ്കിൽ വികാരരാഹിത്യത്തോടെ ചുറ്റി നടന്നും ഇണയോടൊത്തുറങ്ങിയും കഴിയുന്ന ഒരാൾ. പുസ്തകങ്ങളിൽ വായിച്ചു ശീലിച്ച ഈ മട്ടിലുള്ള കഥാപാത്രങ്ങളുടെ കണ്ണട തീരെ ചേരാത്ത ഒരാളാണെന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളില്ലാതെ, ഉപമകളില്ലാതെ വായനക്കാർക്കെന്നെ തിരിച്ചറിയാനാകും. അനുഭവക്കുറിപ്പുകളും ആത്മകഥയും എഴുതാൻ ഉത്സാഹം കാട്ടുന്നവർ ലോകത്തൊട്ടൊക്കെ അറിയപ്പെടുന്നവരാകും. ബിസിനസ്സിലെ അസാമാന്യ വിജയം കൊണ്ടോ മഹത്തായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ ഒരു രാഷ്ട്രത്തെയോ ഭരണകൂടത്തെയോ പ്രശംസനീയമാം വിധം പ്രതിനിധാനം ചെയ്തുകൊണ്ടോ പ്രസിദ്ധരായവർ. ഈ ഗണത്തിൽ ഒന്നും പെടാതെ നിശബ്ദമായ സാമൂഹിക സേവനം, രോഗീ പരിചരണം, സന്നദ്ധ പ്രവർത്തനം, മീഡിയ ആക്ടിവിസം എന്നിത്യാദി പ്രവൃത്തികളിൽ ഒരായുഷ്കാലം അത്രയും സമർപ്പണം ചെയ്തവരും സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്ന മട്ടിലും ആത്മകഥകൾ എഴുതാറുണ്ട്. രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ തൊഴിൽപരമായി എവിടെയോ ഒരു ചേർച്ച എനിക്കുള്ളതായി പലരും പലതവണ പറഞ്ഞതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. ഉവ്വ്, മറ്റുള്ളവർ വസ്തുതാപരമായ ബോധ്യപ്പെടുത്തലുകളോടെ എന്നെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ബഹുമാനിതരായ ആ അഭ്യുദയകാംക്ഷികൾ ആരെന്നിവിടെ വെളിപ്പെടുത്തേണ്ടത് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഓരോ രാഷ്ട്രത്തോടും അവിടുത്തെ അടിത്തട്ട് ജീവിതം നയിക്കുന്ന ജനതയോടുമുള്ള കൃതജ്ഞതയാൽ ആവശ്യവുമാണ്.
ദുബായ് കേന്ദ്രമാക്കി ജീവസന്ധാരണത്തിന് പാഴ്വസ്തുക്കൾ തിരഞ്ഞ് ഞാൻ ചെന്നെത്തിയ രാഷ്ട്രങ്ങളിലെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിമാരും മറ്റുന്നത പ്രതിനിധികളും അംബാസഡർമാരും അടങ്ങുന്ന ഒരു വലിയ സംഘം വരും അവർ. അവരെപ്പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ച് സൂക്ഷ്മതർക്കാവേണ്ടതുണ്ട്. അതായത്, ഭരണകൂടം പബ്ലിക് ഡിപ്പാർട്ട്മെന്റിലൂടെ മാധ്യമങ്ങളിൽ പണം കൊടുത്ത് സദ്വാർത്തകൾ പരസ്യപ്പെടുത്തും പോലെ ആവരുതല്ലോ അവരോടുള്ള കൃതജ്ഞത ഇവിടെ വിളംബരം ചെയ്യേണ്ടത്. പല രാഷ്ട്രങ്ങളും എന്റെ പ്രവർത്തനങ്ങളെ അത്യപൂർവമെന്നും അനിതര സാധാരണമെന്നും സാഹസികമെന്നും ബോധ്യപ്പെട്ട് അകമഴിഞ്ഞ പ്രോത്സാഹനവും ഔദ്യോഗിക വേദികളിൽ വെച്ച് പുരസ്കാരവും തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുസ്തകമെഴുതി പ്രകാശിപ്പിക്കേണ്ടതല്ല താനും. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സാന്നിധ്യമുണ്ടാകുന്ന ആ വേദിയിൽ വെച്ച് അതൊരു പ്രസംഗത്തിലൂടെ ചെയ്യാവുന്നതേയുള്ളൂ. നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാറുമുണ്ട്. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം സ്വയം കൃതാനർത്ഥമല്ല. ആകസ്മികമെന്നോ അതോ അനിവാര്യമെന്നോ പറയാനാകും വിധം ഞാൻ എത്തിച്ചേർന്ന വ്യാപാര മേഖല എന്നെ കൂട്ടിക്കൊണ്ടുപോയൊരു ലോകമുണ്ട്. ഓരോ മിനിറ്റിലും ഓരോ വിമാനം പറന്നുയരുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന പ്രശസ്തമായ വിമാനത്താവളങ്ങൾ പേറുന്ന മഹാനഗരങ്ങളിലോ ഔപചാരികത നിശ്വസിക്കുന്ന രാജ്യങ്ങളുടെ തലസ്ഥാന നഗരികളിലോ വിനോദസഞ്ചാരം തിരയടിക്കുന്ന കടലോര പട്ടണങ്ങളിലോ അല്ല ആ മേഖല കുടികൊള്ളുന്നത്. മുഖ്യധാരയിൽ നാം കാണാത്ത മനുഷ്യർ പാർക്കുന്ന ആ ലോകത്തേക്ക് മിനുസപ്പെടുത്തിയ ഹൈവേകളില്ല. ഉള്ളത് പൊട്ടിപ്പൊളിഞ്ഞ പൊടിപാറുന്ന പാതകളാണ്. ചതുപ്പ് നിറഞ്ഞ ഇടവഴികളിലൂടെ വനാതിർത്തികളിലെ ഒറ്റയടിപ്പാതകളിലൂടെ മാത്രം എത്തിച്ചേരാവുന്നവയുമായിരുന്നു പലപ്പോഴും ആ സങ്കേതങ്ങൾ. പിന്തിരിയേണ്ട സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ പിൻവാങ്ങാൻ തോന്നിയില്ല. മുന്നോട്ട് നയിച്ചത് ആന്തരിക ചോദനയും ചെറുപ്പത്തിന്റെ ഉത്സാഹവും ഏതെല്ലാമോ ഉൾവിളികളുമാണ്. ഏതിരുട്ടിനപ്പുറവും മൂടൽമഞ്ഞിനപ്പുറവും മനുഷ്യജീവിതം മറഞ്ഞിരിക്കുന്നുണ്ട്. വെളിച്ചത്തു മാത്രമായി ജീവിക്കുന്ന മനുഷ്യരില്ല. നിഴലിലും മങ്ങിയ നിറങ്ങളിലും അവർ ജീവിക്കുന്നു. അവരെ കണ്ടെത്തി എന്നതാണ് ഈ ദുർഘടപാതകൾ എനിക്ക് നൽകിയ സമ്മാനം. മനുഷ്യർ ഉപയോഗിച്ചുപേക്ഷിച്ചതും ആരാലും ഉപയോഗിക്കപ്പെടാതെ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ പാഴായി കിടക്കുന്ന വസ്തുക്കളും റോ മെറ്റീരിയലാക്കിയാണ് ആവശ്യമായ ഹാൻഡ് ക്രാഫ്റ്റ് ശില്പങ്ങൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതോടൊപ്പമാണ്, അല്ലെങ്കിൽ ഇതിനു ചുറ്റുമായിട്ടാണ് ജീവിക്കാൻ വഴി തേടുന്ന ഈ മനുഷ്യരെ കണ്ടുമുട്ടിയത്. ഏറെ പേരും അതിജീവനം കാത്തു കഴിയുന്നവരായിരുന്നു. അതായത്, പട്ടിണി കൂടാതെയും വ്യാധികൾ വരാതെയും സന്തോഷം കെടാതെയും കഴിയുക എന്നതായിരുന്നു അവരെ സംബന്ധിച്ച അതിജീവനം. അതിനായി എത്ര വേണമെങ്കിലും അധ്വാനിക്കാൻ തയ്യാറാണ്. പക്ഷെ നിത്യവും തൊഴിൽ കിട്ടണം. വർഷത്തിൽ പകുതി സമയത്തെ അവർക്ക് തൊഴിലുള്ളൂ. അവർ പാർക്കുന്ന ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലുകളൊന്നും ഉണ്ടാകുന്നില്ല. പാഴ്വസ്തുക്കൾക്ക് ചുറ്റും പാതിയും പാഴായി ജീവിക്കുന്ന മനുഷ്യർ. ഒന്നൊന്നിനോട് ചേർന്നാലുണ്ടാകുന്ന ഒരു രസതന്ത്ര പാഠം ഇവിടെ എന്റെ മുമ്പിൽ പുതിയൊരു ലോകം തുറന്നിട്ടു എന്ന് പറഞ്ഞാൽ എല്ലാമായി, സർവപരിഹാരമായി. അതായത്, പാഴ്വസ്തുക്കൾ കൊണ്ട് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി രാജ്യരാജ്യാന്തരങ്ങളിൽ വിതരണം ചെയ്യുന്ന എന്റെ ലോകത്തിലേക്ക് ഇവരെ കൂടി ഞാൻ വിളക്കി ചേർത്തു. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, അവർക്കേവർക്കും തൊഴിൽശാലകൾ കെട്ടി തൊഴിൽ കൊടുത്തു. വർഷം മുഴുവൻ ജോലി എന്ന നിലയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. തൊഴിൽദാതാവായ എന്നെ അവർ അത്ഭുതാതരങ്ങളോടെ കാണുമ്പോൾ ഞാൻ അവരിൽ കണ്ടത് ഒരു ജനതയുടെ ഉയിർത്തെഴുന്നേൽപ്പാണ്. അതിന് സഹായകമാകാൻ കഴിഞ്ഞതാണ് എന്റെ ജീവിതത്തിന്റെ ധന്യത. അസംസ്കൃത വസ്തുക്കൾ തിരഞ്ഞുപോയ രാജ്യങ്ങളിലെ ഉൾനാടുകളിലെല്ലാം ഇത്തരം മനുഷ്യരെ കൂട്ടം കൂട്ടമായി കണ്ടു. ഇന്ത്യ, വിയറ്റ്നാം, കംബോഡിയ, ബർമ്മ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, ജപ്പാൻ തുടങ്ങി കെനിയ, നൈജീരിയ, ടാൻസാനിയ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ഈജിപ്ത്, യമൻ, അഫ്ഗാനിസ്ഥാൻ, US വരെ അങ്ങനെ ആ രാജ്യങ്ങളുടെ പട്ടിക നീളുന്നു. ഏതു സമ്പന്ന രാഷ്ട്രമായിക്കോട്ടെ, ഏതു ദരിദ്ര രാഷ്ട്രമാവട്ടെ, അവിടെയെല്ലാം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം തൊഴിലില്ലായ്മയാണ്. പോയ രാജ്യങ്ങളിൽ നിന്നെല്ലാം അത് നേരിട്ടറിഞ്ഞു. എന്റെ രാജ്യത്തെ തൊഴിലില്ലായ്മ മൂലം എത്രയോ ചെറുപ്പക്കാർ ഇപ്പോഴും ഗൾഫ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ചേക്കേറുന്നു. ഈ വരികൾ എഴുതുന്ന സമയത്തിന് തൊട്ടുമുമ്പ് എന്റെ ഭാഷയിലെ ഒരു പത്രത്തിൽ തൊഴിൽ മന്ത്രിയുടേതായി വന്ന ഒരു ലേഖനത്തിൽ ഇങ്ങനെ കണ്ടു:
45 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്തിപ്പോഴുള്ളതെന്ന് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആ രാജ്യത്തെ ഒരു പ്രജയെന്ന നിലയിൽ ആ വാർത്ത വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തി. നമ്മൾ പുരോഗതി, വികസനം എന്നൊക്കെ പറയുന്നത് തൊഴിലില്ലായ്മയുടെ ഈ കണക്കിന് മുമ്പിൽ എന്താണ്? ഒരു ഫലിതം അല്ലാതെന്ത്? ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്ക് ഒരു സർക്കാരിനും ജോലി കൊടുക്കാനാവില്ലെങ്കിലും അതിനുള്ള സാഹചര്യവും പദ്ധതികളും ഒരുക്കിക്കൊടുക്കുക തന്നെ വേണം. നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽദാതാവിനെ പ്രോത്സാഹിപ്പിക്കുകയും സർക്കാർ സഹായത്തിൽ നിലനിർത്തുകയും വേണം. ഞാൻ തൊഴിൽദാതാവായി തീർന്ന രാജ്യങ്ങളിലൊക്കെയും എനിക്കത് നിർലോഭം ലഭിച്ചിരുന്നു, ഇപ്പോഴും ലഭിക്കുന്നു. അതിനാലാണ് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതും കഴിയുന്നതും. കൂട്ടത്തിൽ പറയട്ടെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി അനേകം പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ ഉടമസ്ഥത പേറുമ്പോഴും ഒരു തൊഴിലുടമയുടെ അമിതാധികാരമോ അമിതാവകാശമോ ഞാൻ ഒരു തൊഴിലാളിയുടെ മേലും പ്രയോഗിച്ചിട്ടില്ല. അതിന് പലതുണ്ട് കാരണങ്ങൾ. ആദ്യത്തെ കാരണം, ഞാനും ഒരു തൊഴിലാളിയായിരുന്നു. ഒരാൾ നിറഞ്ഞ മനസ്സോടെ തൊഴിലെടുക്കണമെങ്കിൽ അയാളെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മനുഷ്യനായി കാണണം. രണ്ടാമത്തെ കാരണം, അച്ചടിച്ച നിയമങ്ങളും ചിട്ടകളും പാലിച്ചു പ്രവർത്തിക്കേണ്ട ഗണത്തിൽ വരുന്ന തൊഴിലാളികളല്ല അവർ. ഫാക്ടറിയിലെയോ കമ്പ്യൂട്ടർ ഡിജിറ്റൽ മേഖലയിലെയോ പോലെ യന്ത്രങ്ങളുമായിട്ടോ വെർച്വൽ ലോകമായിട്ടോ അല്ല അവരുടെ സഹവാസം. പകരം പ്രകൃതി വിഭവങ്ങളുമായിട്ടാണ്. മണ്ണുകൊണ്ടും മരം കൊണ്ടും വേരുകൾ കൊണ്ടും തകർന്നടിഞ്ഞ കപ്പൽ ഭാഗങ്ങൾ കൊണ്ടും മാലിന്യമെന്ന് കണ്ട് ഉപേക്ഷിച്ച അനവധി സാധനങ്ങൾ കൊണ്ടും ഒരു ലോകത്തെ പുനഃസൃഷ്ടിക്കലായിരുന്നല്ലോ അവരുടെ ജോലി. അധ്വാനത്തിലും സ്ഥിരോത്സാഹത്തിലും വേറിട്ട കാഴ്ചപ്പാടിലും അധിഷ്ഠിതമായ അവരുടെ കരചലനങ്ങളിൽ രൂപം കൊണ്ട വൈവിധ്യമാർന്ന ശില്പങ്ങളും പാനപാത്രങ്ങളും ഉടയാടകളും പാതകങ്ങളും ദർപ്പണങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത അലങ്കൃത സാമഗ്രികളും കൊണ്ട് ലോകം കുറെ കൂടി മനോഹരമായി കൊണ്ടിരിക്കുകയാണ്. അഭിമാനപൂർവ്വം പറയട്ടെ, ജീവിതത്തിന്റെ താഴെത്തട്ടിലുള്ള ഈ മനുഷ്യർ നിർമ്മിച്ച ഈ പറഞ്ഞ വസ്തുക്കൾ പല രാജ്യങ്ങളിലെയും പ്രൗഢമായ മ്യൂസിയങ്ങളിലും കൊട്ടാരങ്ങളിലും രാഷ്ട്രതന്ത്രജ്ഞരുടെ ഔദ്യോഗിക വസതികളിലും കലോപാസകരുടെ ഡ്രോയിംഗ് റൂമുകളിലും നക്ഷത്ര പദവിയുള്ള സുഖവാസ മന്ദിരങ്ങളിലും ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന വഴിയോര ആന്റിക് ഷോപ്പുകളിലും എന്തിന് പ്രശസ്തമായ കത്തീഡ്രലുകളിൽ പോലും ഇടം പിടിച്ച് അവിടം ശോഭനമാക്കുന്നു. ഒപ്പം അവരുടെ ജീവിതവും ശോഭനം. എല്ലാം ഒരു അതിശയമായി എനിക്ക് തോന്നുന്നു. താല്പര്യമുള്ള ഒരു ബിസിനസ്സിലേക്ക് ആദ്യ ടിക്കറ്റ് എടുത്ത് പുറപ്പെടുമ്പോൾ ഒരു കുടുംബത്തിന് വേണ്ട അപ്പമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ലോകത്തിന്റെ വിവിധ തുറകളിലായി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നത്തിനുള്ള വകയൊരുക്കാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു. തൊഴിൽദാതാവായി ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വേറിട്ടൊരു പാതയിൽ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഒട്ടും കേടുവരുത്താതെയുള്ള ഒരു തൊഴിൽ മേഖല വെട്ടിത്തുറന്നാണ് ഞാനതിൽ കണ്ണിച്ചേർന്നത്. ഇതെന്നിൽ അനൽപമായ ആഹ്ലാദമുണ്ടാക്കുന്നുവെന്ന് വിനയത്തോടെ പറയട്ടെ. ഉരുക്കും കൽക്കരിയും പാറയും മണ്ണും മാർബിളും ഖനനം ചെയ്യുന്ന കോർപ്പറേറ്റ് തലത്തിലുള്ള ഒരു തൊഴിൽ മേഖല തുറന്ന് അവിടെ ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കും പോലെയല്ല, ഉപയോഗിച്ചുപേക്ഷിച്ച അല്ലെങ്കിൽ ഉപയോഗശൂന്യമെന്ന് കണ്ട അവഗണിക്കപ്പെട്ട് കിടന്നതിനെയൊക്കെയും റോ മെറ്റീരിയലാക്കി ഒരു തൊഴിൽ മേഖല സൃഷ്ടിച്ച് തൊഴിൽ കൊടുക്കുക എന്നത്. അതാതു രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രാലയം ഇതിന്റെ പേരിൽ ആദരിച്ചപ്പോഴൊക്കെയും ഈ തൊഴിലാളികൾ കൂടി ആദരിക്കപ്പെട്ടതായാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ വ്യാപരിക്കുന്ന രംഗത്തിന്റെ പ്രത്യേകത കൊണ്ട് പല രാജ്യങ്ങളിലുമുള്ള നയതന്ത്ര പ്രതിനിധികളും സയന്റിസ്റ്റുകളും സർവകലാശാല മേധാവികളും മുതൽ UN പ്രതിനിധികളും മന്ത്രിമാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാർ വരെയുള്ളവർ എന്റെ സൗഹൃദ വലയത്തിലുണ്ട്. പക്ഷേ ഒരർത്ഥത്തിൽ അതൊക്കെയും ഔദ്യോഗിക സൗഹൃദങ്ങളാണ്. എന്നാൽ ഔപചാരികതയുടെ ഭാരമേതുമില്ലാതെ ഞാനൊരു സാധാരണ മനുഷ്യനാകുന്നത് എന്റെ ലേബേഴ്സിന്റെ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ നടുവിൽ കഴിയുമ്പോഴാണ്. ദുരാഗ്രഹങ്ങളില്ലാത്ത ഇവരുടെ ജീവിതത്തിനുമില്ല ഭാരമേതും. ഇവരുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഇവരുടെ ചെറുവീട്ടിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവർ വിരിച്ചു തന്ന പായയിൽ ഉറങ്ങിയ ദിനങ്ങൾക്ക് കണക്കില്ല. ഞാൻ ജീവിത സ്വപ്നങ്ങളെ വീണ്ടും ലളിതമാക്കുന്നത് അത്തരം രാത്രികളിലാണ്. ആതിഥേയർ അപ്പോൾ ചെറിയ വിഷമത്തിലായിരിക്കും. ഞാൻ കോട്ടഴിച്ചിടുന്നത്
അവർ തങ്ങളുടെ പഴകിയതും വിലകുറഞ്ഞതുമായ വസ്ത്രങ്ങൾ തൂക്കിയിടുന്ന അയയിലാണ് എന്ന് കണ്ടാണ്. എന്റെ കൂട്ട് വാങ്ങി ബ്രാക്കറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തതിന്റെ വിഷമം പറയുന്നവരോടൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് ഗാന്ധിയെക്കുറിച്ച് പറയും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യസമരം നയിക്കുന്ന കാലത്ത് അർദ്ധനഗ്നനായാണ് ജീവിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയിമാരുമായി സന്ധിസംഭാഷണങ്ങൾക്ക് പോകുമ്പോൾ പോലും ഗാന്ധി കോട്ട് ധരിച്ചിരുന്നില്ല. വിദ്യാസമ്പന്നനും ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനുമായിരുന്നിട്ട് പോലും കോട്ടിലും സ്യൂട്ടിലും വിശ്വസിച്ചില്ല. ഗാന്ധിയെക്കുറിച്ച് ഇന്ത്യക്ക് പുറത്ത് സംസാരിച്ച ഇടങ്ങളിലെല്ലാം കേൾവിക്കാർക്ക് ആ മഹാത്മാവ് സുപരിചിതനായിരുന്നു എന്നത് ഏറെ ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആദ്യമായി പറയേണ്ടി വന്നത് ഒരു വിയറ്റ്നാം കുടുംബത്തോടാണ്. ആ ജനതയുടെ വിമോചകനായ ഹോച്ചിമിനെ പോലെ തന്നെ ഗാന്ധിയെയും അവർക്കറിയാമായിരുന്നു. രണ്ടുപേരും സ്വന്തം ജനതയ്ക്ക് വേണ്ടി പോരാടിയവർ. ഗാന്ധിയുടെ നാട്ടുകാരനാണെന്നറിയുന്നത് രാഷ്ട്രബോധവും ചരിത്രബോധവുമുള്ള ആ ജനതയ്ക്ക് ഉത്സാഹമായിരുന്നു. മറ്റു രാജ്യങ്ങളിലും സമാനമായ അനുഭവമുണ്ടായിട്ടുണ്ട്. ആമുഖം ഇനിയും നീട്ടുന്നില്ല. പറയാൻ പോകുന്ന കഥയിലേക്കൊരു പ്രവേശിക എന്ന നിലയിലാണ് ഇത്രയും എഴുതിയത്. വ്യാപാരവുമായി ബന്ധപ്പെട്ട് 192 രാജ്യങ്ങൾ ചുറ്റിവന്ന, ഒരു രാജ്യം തന്നെ പലതവണ ചുറ്റിവന്ന ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി പറയാൻ ശ്രമിക്കുന്നത് അത്രയും ലോകത്തിന്റെ കാണാമറയത്തെ ജീവിതമാണ്. അതിൽ ഒരു നിമിത്തമായി ഞാൻ വരുന്നു എന്ന് മാത്രം. ഒരു വാർത്തയിലും വിശദീകരിക്കാത്ത, ഒരു വാർത്താചിത്രത്തിലും അങ്ങനെ തെളിയാത്ത ജീവിതങ്ങൾ. സൗന്ദര്യശില്പങ്ങൾക്ക് പിന്നിലെ ദാരിദ്ര്യത്തിന്റെയും അരക്ഷിതത്വത്തിന്റെയും കൈകളെപ്പറ്റി, ആർഭാടങ്ങൾക്ക് നടുവിൽ കേൾക്കാതെ പോകുന്ന വിശപ്പിന്റെ രോദനത്തെപ്പറ്റിയൊക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അനുബന്ധമായി ഇതുകൂടി. യാത്രകളും യാത്രകളിലെ കാഴ്ചകളും ഹൃദയം തൊടുന്ന അനുഭവങ്ങളുമാണ് മനുഷ്യന്റെ ജീവിത വീക്ഷണത്തെ മാറ്റുന്നത്, പുതിയ ഒന്ന് രൂപപ്പെടുത്തുന്നത്. ഒരു ടൂറിസ്റ്റിന്റെ യാത്രയല്ല വ്യാപാരാർത്ഥമുള്ള ഒരാളുടെ യാത്ര. ടൂറിസം സ്പോട്ടുകൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ്. രാപാർക്കുന്ന സത്രങ്ങളും അനുഭവങ്ങളുമെല്ലാം വ്യവസ്ഥ ചെയ്യപ്പെടുന്നു എന്നർത്ഥം. റിട്ടേൺ ടിക്കറ്റ് എടുത്താണ് പോകുന്നതെങ്കിൽ സ്ഥലം പോലെ കാലവും നിശ്ചലം. ഇതിന്റെ സുഖവും സുനിശ്ചിതത്വവും കച്ചവടപ്പാതകളിലൂടെയുള്ള സഞ്ചാരത്തിനില്ല. അവിടെ അനിശ്ചിതത്വവും ലക്ഷ്യസ്ഥാനം തേടിയുള്ള അലച്ചിലുമാണ് അയാളെ കാത്തിരിക്കുന്നത്. അപരിചിത ദേശങ്ങളിലെ ബസാറുകളും അവിടുത്തെ മിക്കവാറും പരുക്കൻ സ്വഭാവമുള്ള വണിക്കുകളും നമ്മെ അവിശ്വാസിയും അസ്വസ്ഥനുമാക്കും. കബളിക്കപ്പെടും മുമ്പേ പിൻവാങ്ങാനും തോന്നും. പക്ഷേ വന്നുപെട്ട ഇടവുമായി പൊരുത്തപ്പെട്ടും ആദ്യമായി കാണുന്ന കച്ചവടക്കാരനോട് ചിരപരിചിതനെ പോലെ പെരുമാറിയും ഈ ദുർഗതികളെ മാന്ത്രികമായി മറികടക്കാമെന്നാണ് അനുഭവം. രക്തത്തിൽ അതിനുള്ള സിദ്ധികൾ ജന്മനാ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരടിസ്ഥാന കാരണമുണ്ട്. ഒരു കാലത്ത് ജന്മനാടായ തലശ്ശേരിയിൽ മാത്രമല്ല, അത് ഉൾക്കൊള്ളുന്ന വിശാലമായ മലബാർ ദേശവും കടന്ന കീർത്തി വ്യാപാരം കൊണ്ട് നേടിയ കേയിമാരുടെ കുടുംബത്തിലാണ് ഭാഗ്യവശാൽ എന്റെ പിറവി. രാജ്യാതിർത്തികൾ അപകടകരമാം വിധം താണ്ടുകയും വൻകരകളും കടലുകളും മുറിച്ചു കടക്കുകയും ചെയ്ത് അതിസാഹസികമായി കച്ചവടത്തിലേർപ്പെട്ട പാരമ്പര്യമാണ് കേയിമാർക്കുള്ളത്. ബ്രിട്ടീഷ് അധിനിവേശകാല ഇന്ത്യയിൽ ഭരണം കൈയാളിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെപ്പോലും തങ്ങളുടെ വ്യാപാര പരിധിയിൽ കൊണ്ടുവന്ന പൂർവികരെപ്പറ്റി ഇവിടെ എഴുതാൻ തുടങ്ങിയാൽ അതിനനേകം താളുകൾ വേണ്ടിവരും. പിതാമഹന്മാരെപ്പോലെ കടൽ കടന്നും വൻകരകൾ താണ്ടിയും വ്യാപാരം ചെയ്യാനായിരുന്നു സ്വന്തം നിയോഗമെന്നെഴുതി ഞാനിത് ചുരുക്കുന്നു. ഫാക്കി NP. സമർപ്പണം. കച്ചവടച്ചൂരുള്ള ചോര എന്നിലേക്ക് പകർന്ന് ലോകത്തിന്റെ പാതകളിലേക്ക് വഴി തുറന്നു തന്ന് എന്നെ വിട്ടുപോയ ഉപ്പായ്ക്ക്, ഉപ്പയില്ലായ്മ അറിയിക്കാതെ വളർത്തി ഹൃദയം തുറന്ന് ലോകം കാണാൻ പഠിപ്പിച്ച മാമിക്ക്, ഉമ്മയ്ക്ക്, എന്റെ എല്ലാ തീരുമാനങ്ങൾക്കും മനസ്സ് നിറഞ്ഞൊപ്പം നിൽക്കുന്ന ജ്യേഷ്ഠൻ PN ഫിറോസിന്, ജ്യേഷ്ഠത്തി PN സഹദിയയ്ക്ക്, കച്ചവടത്തിന്റെ സ്നേഹപാഠങ്ങൾ വാത്സല്യത്തിൽ ചാലിച്ചു തന്ന വല്യുപ്പാവ സാവാൻകുട്ടിക്ക്, എന്നും ചേർന്ന് നിൽക്കുന്ന നല്ല പാതി ഫെമിന ഫാക്കിക്ക്, പുതിയ കാര്യങ്ങൾ ഉപ്പായ്ക്ക് പഠിപ്പിച്ചു തരുന്ന മക്കളായ ഇജാസ് ഫാക്കി,
റിഫാൻ ഫാക്കി, ഹംസ ഫാക്കി, ഖദീജ ഫാക്കി എന്നിവർക്ക്. ഫാക്കി ഗ്രൂപ്പിന്റെ നട്ടെല്ലുകളായ ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക്, യാത്രകളിൽ കാണുകയും പ്രിയപ്പെട്ടവരാവുകയും ചെയ്തവർക്ക്, ഒരു പരിചയവുമില്ലാത്ത യാത്രാവഴികളിൽ പലപ്പോഴും സഹായങ്ങളുമായി വന്ന പേരുപോലും അറിയാത്ത ഒരുപാട് മനുഷ്യർക്ക്.